എല്ലാവർക്കും സ്ട്രെസ് വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പറയാൻ പാടുണ്ടോയെന്ന് അറിയില്ല, എങ്കിലും പറയാം, ഇവിടെ കൂടി വരുന്ന കുഴിമന്തിക്കടയും ഷവർമ്മക്കടയും എല്ലാം ഇന്ന് നമ്മളുടെ മൊത്തത്തിലുള്ള ജനങ്ങളിൽ സ്ട്രെസ് കോമൺ ആയി വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമാണ്. അല്ല, അത് ഡോക്ടർ അത് പറയുമ്പോൾ തന്നെ ഞാൻ തിരിച്ചു ചോദിച്ചോളാം. നമ്മളെല്ലാം ഇപ്പോൾ വല്ലാതെ ടാർഗറ്റ് ഓറിയന്റഡ് ആയിട്ട് മുന്നോട്ട് പോകും. കറക്റ്റ്. എല്ലാ മാസവും നമ്മൾ EMI-യുടെ പിന്നാലെയാണ്. അതായത് ഈ മാസം എനിക്ക് ഇത്ര രൂപ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ മാസം എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ളത്. അതായത് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള, അത് ഏറ്റവും വലിയ ധനികനായാലും സാധാരണ മൊബൈൽ ഫോൺ നമ്മൾ EMI-യിൽ വാങ്ങുകയാണ്, കുക്കർ EMI-യിൽ വാങ്ങുകയാണ്, നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന ഒരു TV 15,000 രൂപയുടെ TV നമ്മൾ EMI-യിൽ വാങ്ങുകയാണ്. മുമ്പാണ് നമ്മൾ ഈ 15,000 രൂപ കണ്ടെത്തി പോവുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയല്ലേ ഈ ഭക്ഷണത്തെക്കാൾ ഇതിൽ പറഞ്ഞത്? 100%. അല്ല, ഞാൻ പറയുന്നത് ഭക്ഷണം ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് എന്നാണ്. നമ്മൾ ഈ പറയുന്ന ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമ്മുടെ EMI-ക്ക് പുറകെ പോകുന്നു, അല്ലെങ്കിൽ പലരുടെയും മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളിൽ വിധേയരായി നമ്മൾ പോകുന്ന ഒരു കാലമാണല്ലോ ഇത്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ പറയുന്നത് ഭക്ഷണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്ന കാര്യമല്ല.